അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ പി എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശാരീരിക സാമ്യം വളരെ ഉള്ളവർ ആരായിരുന്നു? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരുന്നോ, അല്ലെങ്കിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നോ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു? ആരായിരുന്നു? ഹസൻ റളിയല്ലാഹു അൻഹു അല്ലേ? ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശാരീരിക സാമ്യം വളരെ ഉള്ളവർ. രണ്ടാമത്തെ ചോദ്യം. അമീനു ഹാദിഹിൽ ഉമ്മ, അതിനോട് യോജിച്ചത് ഏതാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് എടുത്തെഴുതി കൊടുക്കുക. മൂന്നാമത്തത് ജമൽ യുദ്ധത്തിൽ വഫാത്തായി ആരായിരുന്നു? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. അപ്പോൾ അതവിടെ എടുത്തെഴുതി കൊടുക്കുക. നാലാമത്തത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരായിരുന്നു? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് 5ാമത്തത്. ആതിക റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. കോളങ്ങൾ പൂർത്തിയാക്കാം. അവിടെ നാമം, അതുപോലെ കുടുംബം, വയസ്സ്, ഖബർ. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും എവിടെയാണ്, എത്ര വയസ്സാണ്, എവിടെയാണ് ഖബർ, അവരുടെ കുടുംബം ഏതാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അദി, വയസ്സ് 63, ഖബർ ഹുജ്റത്തു ഷരീഫ. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുടുംബം ബനു ഉമയ്യ, അതുപോലെ വയസ്സ് 83, ഖബർ ജന്നത്തുൽ ബഖിയ. മൂന്നാമത്തെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. ബനു ഫിഹ്ർ ആണ് കുടുംബം, അതുപോലെ വയസ്സ് 58, ഖബർ ഉർദുൻ. ഇനി അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിം ആണ് കുടുംബം, അതുപോലെ വയസ്സ് 63, ഖബർ കൂഫ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം. കർബല യുദ്ധം നടന്നത് എന്നാണ്? കർബല യുദ്ധം നടന്നത് ഹിജ്റ 61. രണ്ടാമത്തെ ചോദ്യം. ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് എന്നാണ്? ഉത്തരം ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു. അപ്പോൾ ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ജനങ്ങൾ ഖലീഫയായി ബൈഅത്ത് ചെയ്തത് എപ്പോഴാണ്? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ജനങ്ങൾ ഖലീഫയായി ബൈഅത്ത് ചെയ്തത് എപ്പോഴാണ്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ജനങ്ങളെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത്. ഇനി നാലാമത്തെ ചോദ്യം. തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തത് എത്രയായിരുന്നു? 200 ഊഖിയ സ്വർണം. അപ്പോൾ 200 ഊഖിയ സ്വർണമായിരുന്നു തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തത്. ഇനി 5ാമത്തെ ചോദ്യം. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചത് ആരായിരുന്നു? നൗഫൽ ഇബ്നു ഖുവൈലിദ്. അപ്പോൾ നൗഫൽ ഇബ്നു ഖുവൈലിദ് ആയിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേര് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചത്. ഇനി അടുത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് 4ാമത്തെ പ്രവർത്തനം. ഹിജ്റ 4-ാം വർഷം ഷഅബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പോൾ അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന്
പൂരിപ്പിച്ച് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു. എന്താണ് വേണ്ടത്? ഫ അഹിബ്ബഹു. അപ്പോൾ ഫ അഹിബ്ബഹു എന്നവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, ആമുൽ ജമാ എന്ന് പറയപ്പെടുന്നത് ഹിജറ, ആമുൽ ജമാ എന്നറിയപ്പെടുന്നത് ഹിജറ 40 അപ്പോൾ ഹിജറ 40 ആമുൽ ജമാ എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തത്, ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച ആയിരുന്നു ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ആര്? സഅദ് ഇബ്നു അബി വക്കാസ്. അപ്പോൾ അവിടെ സഅദ് ഇബ്നു അബി വക്കാസ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മായി സൊഫിയ ബീവിയുടെ മകനാണ്. അപ്പോൾ അവിടെ സൊഫിയ ബീവിയുടെ മകനാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം. അപ്പോൾ 4 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നും വ്യക്തമാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരായിരുന്നു? സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ഘാതകൻ എന്ന് പറഞ്ഞാൽ വധിച്ചത് ആരായിരുന്നു? അംറുബ്നുൽ ജർമൂസ്. അംറുബ്നുൽ ജർമൂസ് ആയിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഹദർ മൗത്തിൽ നിന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വന്നു ചേർന്ന ദിർഹം. ഹദർ മൗത്തിൽ നിന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വന്നു ചേർന്ന ദിർഹം എത്രയായിരുന്നു? 70,000 ദിർഹം. എത്രയാണ്? 70,000 ദിർഹമായിരുന്നു ഹദർ മൗത്തിൽ നിന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വന്നു ചേർന്ന ദിർഹം. ഇനി മൂന്നാമത്തേത്, ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷബാധ ഏറ്റ വർഷം. ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷബാധ ഏറ്റ വർഷം ഏതായിരുന്നു? ഹിജ്റ 49. ഹിജ്റ 49 ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷബാധ ഏറ്റത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ് നാലാമത്തേത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നു ആര്? സഅദ് ഇബ്നു അബി വക്കാസ്. അപ്പോൾ സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ. അപ്പം ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.